ലോകമൊട്ടുക്കും നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു ഭവിഷ്യത്താണ് പൊല്യൂഷൻ കൂടുക എന്നുള്ളത്. ഇത് എൻവയൺമെൻറ്റലിസ്റ്റ് പല നോംസും ഇതിനെ അഗെയിൻസ്റ്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം എഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി കണ്ടെത്തിയിട്ടുള്ള പല മാർഗ്ഗങ്ങളിൽ ഒന്നാണ് ഹൈബ്രിഡ് എൻജിൻസ്. 1901 പോർഷെയാണ് ഫസ്റ്റ് ഹൈബ്രിഡ് എഞ്ചിൻ കൊണ്ടുവന്നെങ്കിലും ഇന്ന് ഒരുപാട് ഡെവലപ്മെൻറ്റ് ഹൈബ്രിഡ് എഞ്ചിനിൽ വന്നു. അതിൽ പല തരത്തിലുള്ള വെഹിക്കിൾസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നേരത്തെ ഹൈബ്രിഡ് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ വളരെ ഡള്ളായിട്ടുള്ള ടൊയോട്ട പ്രൈസ് പോലത്തെ വെഹിക്കിൾ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഒരുപാട് മോഡൽ നമുക്ക് മുന്നിൽ കാണാനുണ്ട്. അതിൽ ഫസ്റ്റ് ഹൈബ്രിഡ് സ്പോർട്സ് കാറാണ് ഇന്ന് കാർ ഡിമാൻഡിൽ കൊണ്ടുവന്നിട്ടുള്ളത്, BMW i8. BMW ഇലക്ട്രിക്കിനും അതുപോലെ തന്നെ ഹൈബ്രിഡിനും വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണ് BMW i. ഇതിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന 2 മോഡലുകൾ, ഒന്നാണ് i8, മറ്റൊരു മോഡൽ i3 എന്ന് പറഞ്ഞ ഹാച്ച് ബാക്കാണ്. i8 ആണ് വേൾഡിലെ ഫസ്റ്റ് സ്പോർട്സ് ഹൈബ്രിഡ് കാർ. അതുകൊണ്ട് തന്നെ BMW ഒരു ഡിഫറെൻറ്റ് ഡിസൈൻ ഐഡൻറ്റിറ്റിയും ഡിസൈൻ ഫിലോസഫിയാണ് ഐന് വേണ്ടിയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തത്. അതിൽ i8 വന്നിരിക്കുന്ന വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഫിലോസഫിയാണ്. ആദ്യം എഫിഷ്യൻറ്റ് ഡൈനാമിക് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. അത് നമ്മൾക്ക് അറിയാൻ പറ്റും, ടോം ക്രൂസിൻ്റെ മിഷൻ ഇമ്പോസിബിൾ മൂവിയിൽ വരെ വന്നിട്ടുള്ളൊരു മോഡലായിരുന്നു. എന്നാൽ ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് വളരെ വ്യതിചലിക്കാതെ വളരെ ഒരു കോൺസെപ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ തന്നെയാണ് i8 പ്രൊഡക്ഷൻ വേരിയൻ്റ് വന്നിരിക്കുന്നത്. സോ അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സക്സസ്ഫുൾ ഫാക്ടറായിട്ട് നിൽക്കുന്നത്. i8 എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ കാണുമ്പം ഏറ്റവും അധികം അട്രാക്ഷനായിട്ട് നിൽക്കുന്നതിൻ്റെ ഡിസൈനാണ്. വളരെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് മറ്റൊരു കാറിലും കാണാത്ത തരത്തിലുള്ള ഡിസൈൻ ലൈൻസും എലമെൻറ്റ്സും കൂടിയിട്ടുള്ള ഡിസൈനാണ്. സോ ദിസ് ഈസ് ദ മെയിൻ ഫാക്ടർ ഓർ മെയിൻ അട്രാക്റ്റീവ് എലമെൻറ്റ് ഓൺ ദിസ് കാർ. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴും i8 കുറച്ചൊരു ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും BMW ബേസിക് ഡിസൈൻ ഫിലോസഫി എവിഡൻ്റ് ആവുന്ന തരത്തിലാണ് i8 ഇൻറ്റീരിയർ വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും അധികം എവിഡൻ്റ് ആയി നിൽക്കുന്ന ഡാഷ്ബോർഡിൻ്റെ പോർഷനാണ്. ഒരു ഡ്രൈവർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള BMWയുടെ ഡാഷ്ബോർഡ് ഡിസൈനാണ് i8 കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ പോപ്പപ്പ് ചെയ്ത് നിൽക്കുന്ന ഐഡ്രോയിൻ്റെ സ്ക്രീൻ അടക്കം എല്ലാം തന്നെ BMW വളരെയധികം കണ്ട് പരിചയിച്ച രീതിയിലുള്ളതാണ്. എന്നാൽ i8 ചില എലമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഏറ്റവും അധികം എനിക്ക് അട്രാക്റ്റീവായി തോന്നിയിട്ടുള്ളത് അതിൽ കൊടുത്തിരിക്കുന്ന കളർ ട്രീറ്റ്മെൻറ്റ്സാണ്. BMW ലോഗോൻ്റെ ചുറ്റുള്ള ഒരു ബ്ലൂ കളറും ആ ബ്ലൂ തീം എല്ലായിടത്തും ശരിക്കും റിവീൽ ചെയ്യുന്നുണ്ട്. ഈവൻ ആംബിയൻ ലൈറ്റിങ്ങിൽ പോലും ആ ഒരു ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്ന മെറ്റീരിയലിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ ഒരു ഡിഫറൻസാണ്. സാധാരണ ഇന്ന് നമ്മൾ BMW കാർസിൽ ഫേസ് ചെയ്യുന്നതിൽ ഒരു എക്സെപ്ഷൻ വേണമെങ്കിൽ i8 പറയാം. നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനാണ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ ബിൽഡ് ക്വാളിറ്റിയാണ് ആക്ച്വലി i8 വന്നിരിക്കുന്നത്. 2 മുതിർന്നവർക്കും ചെറിയ 2 കുട്ടികൾക്കും ഇരിക്കാവുന്ന തരത്തിലുള്ള 2+2 സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണെങ്കിലും 2 പേര് കംഫർട്ടബിളി ഇരുന്ന് ട്രാവൽ ചെയ്യാവുന്നതായിരിക്കും ബെറ്ററായി തോന്നുന്നത്. ഇതിൽ നമുക്ക് ഒരു അട്രാക്റ്റീവ് എലമെൻ്റ് ആയിട്ട് എക്സ്റ്റീരിയറിൽ വന്നിരിക്കുന്നത് തന്നെ ഇതിൻ്റെ വിങ് ഡോർസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു എൻട്രി എക്സിറ്റ് വളരെ കംഫർട്ടബിൾ ആയിട്ടല്ല, ഇല്ലെങ്കിലും നമ്മൾ കുറച്ചുകൂടി ഒരു യങ് ആയിട്ടുള്ള ആളുകൾക്ക് ഈസിലി എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാവുന്ന തരത്തിലാണ് ഈ ഡോറിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് ഉള്ളത്. BMW i8 ഏറ്റവും വലിയ ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ് കിടക്കുന്നതെല്ലാം തന്നെ പവർ ട്രെയിനിലാണ്. 2 തരത്തിലുള്ള എഞ്ചിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഒരു 1.5 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ ഒരു 50 കിലോവാട്ടിൻ്റെ ഒരു ഇലക്ട്രിക് എഞ്ചിനും വരുന്നത്.
ഈ പെട്രോൾ എഞ്ചിൻ പ്ലേസ് ചെയ്തിരിക്കുന്നത് റിയർ മിഡ് ആയിട്ടാണ്. അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ സ്പോർട്സ് കാറിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ സൂപ്പർ കാറിൽ കാണുന്ന ആ ഒരു എഞ്ചിൻ ട്രീറ്റ്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഇതിനെ ബാലൻസ് ചെയ്യുന്ന തരത്തിലാണ് ഫ്രണ്ടിൽ ഈ 50 കിലോവാട്ടിൻ്റെ ഇലക്ട്രിക് മോട്ടോർ വന്നിരിക്കുന്നത്. ഇത് കമ്പൈൻ ചെയ്ത് വരുമ്പോൾ 357 HP പവറും അതുപോലെ തന്നെ 570 Nm ടോർക്കും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര വലിയൊരു പവറായി തോന്നുന്നില്ലെങ്കിലും ഇതിൻ്റെ ബോഡി വെയ്റ്റ് വളരെ വെയിറ്റ് കുറവുള്ളതുകൊണ്ട് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. കാരണം ഇത് ഫുള്ളി കാർബൺ ഫൈബറിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ബോഡിയാണ്. കാർബൺ കോമ്പോസിറ്റ് പ്ലാസ്റ്റിക് യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു പുതിയ ടെക്നോളജിയാണ്. ഇതിപ്പോൾ പുതിയ 7 സീരീസിൽ വരെ യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജിയാണ്. അത് ഫസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള BMW i കാസിലാണ്. ഇതുകൊണ്ട് തന്നെ ബോഡി വെയ്റ്റ് ആകെ 1.4 ടണ്ണേ വരുന്നുള്ളൂ ഇൻക്ലൂഡിങ് എഞ്ചിൻ. അതുകൊണ്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും. 0 to 100 4.4 സെക്കൻഡാണ് വരുന്നത്. മാക്സിമം സ്പീഡ് 258 ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാറ്റഗറി എന്ന് പറയുമ്പോൾ പോർഷൻ 911 ഒരു കാറ്റഗറിയാണ്. സോ ഒരു പ്രോപ്പർ സ്പോർട്സ് കാർ എന്ന് പറയാവുന്ന തരത്തിൽ തന്നെയാണ് പെർഫോമൻസ് ഉള്ളത്. ഇതിന് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡൈനാമിക്സും ശരിക്കും BMW i8 കാഴ്ചവെക്കുന്നുണ്ട്. BMWൻ്റെ സിഗ്നേച്ചർ 50-50 ബോഡി വെയ്റ്റ് റേഷ്യോ അത് ഈ 2 എഞ്ചിൻ എങ്ങനെ പ്ലേസ് ചെയ്തുകൊണ്ട് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു സസ്പെൻഷൻ ട്യൂണിംഗ് ഉള്ളത്. സ്റ്റിയറിങ്ങും വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റിയറിംഗ്. സ്പീഡ് സെൻസിറ്റീവ് സ്റ്റിയറിംഗ് നമ്മൾ സ്പീഡ് കൂടുമ്പോൾ സ്ട്രോങ് ആകുമ്പോൾ ശരിക്കും നമുക്കൊരു കോൺഫിഡൻറ്റ് ബിൽഡ് ചെയ്യുന്നത്. സാധാരണ ഏതൊരു BMW സ്പോർട്ട് കാർ M കാറിലെല്ലാം കിട്ടുന്ന തരത്തിലുള്ള കോൺഫിഡൻറ്റ് നമുക്ക് i8 ലഭിക്കുന്നുണ്ട്. മേ ബി ഒരു ഹാർഡ് കോർ പെർഫോമർ അല്ലെങ്കിലും നല്ലൊരു പെർഫോമറായിട്ട് വേണം കരുതാൻ. പിന്നെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്താണെങ്കിലും നല്ലൊരു സൈലൻസർ നോട്ട് അല്ലെങ്കിൽ ഒരു എഞ്ചിൻ നോട്ട് ഈ ഒരു പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. സോ അത് തന്നെയാണ് ഒരു കീ എലമെൻ്റായിട്ട് നിൽക്കുന്നത്. ഈ ചാർജ് ചെയ്യുന്ന രീതിയെല്ലാം തന്നെ വളരെ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണ്. ഒരു 1 ഷോട്ടിൽ പറയുകയാണെങ്കിൽ സ്ലോലി പോകുമ്പം ബാറ്ററി പവർഡ് ആയിട്ടുള്ള എഞ്ചിനിലാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്, ഇലക്ട്രിക്കലാണ്. സ്പീഡ് കൂടുമ്പോൾ അല്ലെങ്കിൽ പവർ വേണ്ട സമയത്ത് മേ ബി ഒരു 2000 RPM മേലേക്ക് പോകുമ്പം സ്വിച്ച് ഓൺ ചെയ്യും, പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യും. ആ സമയത്തെല്ലാം തന്നെ ബാറ്ററി ചാർജ് ആവുന്നുണ്ട്, ഈ ലിഥിയം അയൺ ബാറ്ററി ചാർജ് ആവും. സോ ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ ബാറ്ററി ചാർജ് നിൽക്കുന്ന സമയത്തെല്ലാം തന്നെ അതിൽ ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാൻഡ് സ്റ്റിലെല്ലാം തന്നെ ഇലക്ട്രിക് മോട്ടറിലാണ് എല്ലാ സിസ്റ്റവും വർക്ക് ചെയ്യുന്നത്. 45 km/L ആക്ച്വലി മൈലേജ് ക്ലെയിം ചെയ്യുന്നെങ്കിലും ഇൻ എഫക്റ്റ് അത്ര ലഭിക്കുന്നില്ല. എന്നാലും നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സ്പോർട്സ് കാറായിട്ട് തന്നെ വേണം പറയാം. A car, dream for some, style statement for many. Always wear your seatbelts and have a safe journey. This is Dhruv signing off.